ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. മാനവർ ചുറ്റിലും ആദരപൂർവ്വം കൈകൾ കൂപ്പുന്നു. കാൽവരി മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. മാനവർ ചുറ്റിലും ആദരപൂർവ്വം കൈകൾ കൂപ്പുന്നു. ദൈവാത്മജനുടെ ദിവ്യവിരുന്നിൽ നിർമ്മല നിമിഷമിതാ. ദൈവാത്മജനുടെ ദിവ്യവിരുന്നിൽ നിർമ്മല നിമിഷമിതാ. പുലരിപ്പൂവുകൾ പൂങ്കതിരണിയും നിരഹമുഹൂർത്തമിതാ. പുലരിപ്പൂവുകൾ പൂങ്കതിരണിയും നിരഹമുഹൂർത്തമിതാ. മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. മാനവർ ചുറ്റിലും ആദരപൂർവ്വം കൈകൾ കൂപ്പുന്നു. കാൽവരി മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. മാനവർ ചുറ്റിലും ആദരപൂർവ്വം കൈകൾ കൂപ്പുന്നു. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ജപമാല മാസത്തിൻ്റെ സമാപനമായ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയ്ക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം ദൈവം നൽകി കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്താനുള്ള കാവൽക്കാരും സംരക്ഷകരുമാണ് നമ്മൾ. അതുകൊണ്ട് ദൈവം നമുക്ക് സമ്മാനമായി നൽകിയ കുഞ്ഞുങ്ങളെ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറെ സ്നേഹിക്കുന്ന നല്ല തമ്പുരാനെ, കുഞ്ഞുങ്ങളെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ വലിയ ഔദാര്യത്തെയും കൃപയോർത്ത് നന്ദി പറയും. ഈശോയെ, അങ്ങ് ദൈവമായിരുന്നിട്ടും ഒരമ്മയുടെ ഉദരത്തിലൂടെ ഗർഭപാത്രത്തിലൂടെ കടന്ന ഈ ഭൂമിയിൽ ജനിക്കാൻ, ഒരു മനുഷ്യനായി ജനിക്കാൻ അങ്ങ് കാണിച്ച വലിയ ഔദാര്യം, അങ്ങ് മനുഷ്യ മക്കളെ എത്രയേറെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം, ഞങ്ങളെ ഏറെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അങ്ങ് ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയ ഈ മക്കൾ. ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തും അവർ തന്നെ. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അത്തരത്തിൽ തമ്പുരാന് ചേർന്ന രീതിയിൽ, ദൈവഹിതത്തിന് ചേർന്ന രീതിയിൽ വളർത്തുവാൻ മാതാപിതാക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉണ്ണീശോയെ ദൈവത്തോട് ചേർത്ത്, ദേവാലയത്തോട് ചേർത്ത് വചനങ്ങൾ പഠിപ്പിച്ച് വളർത്തിയ വിശുദ്ധ ഔസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആത്മീയതയിൽ വളർത്തുവാൻ, അവരുടെ ബുദ്ധിയും മനസ്സും വളരുന്നത് പോലെ അവരുടെ ഹൃദയവും വിശാലമായി ദൈവത്തോട് ചേർന്ന് വളർത്തുവാൻ മാതാപിതാക്കളായി ഞങ്ങളെ സഹായിക്കണമേ. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, അവരെ തടയരുത് എന്ന് അരുളി ചെയ്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ആശീർവദിച്ച് നല്ല തമ്പുരാനെ, അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ ആത്മീയവും ശാരീരികവുമായ അപകടങ്ങളിൽ നിന്നും, ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും, പൈശാചിക ശക്തിയുടെ കരങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് സംരക്ഷിച്ച് കാത്തുകൊള്ളണമേ. അവർ എവിടെയായിരുന്നാലും, ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലായാലും തമ്പുരാനെ, അങ്ങയുടെ സംരക്ഷണവും പരിപാലനവും ഞങ്ങളുടെ മക്കളുടെ മേൽ ഉണ്ടാകണമേ. ഇവിടെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും നാട്ടിലും മറ്റു ദൂരദേശങ്ങളിലും പഠനത്തിനും ജോലിക്കും ഒക്കെ ആയിട്ട് കുടുംബജീവിതം നയിക്കുന്നവരുമായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദയാപൂർവ്വം നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ വഴിയും വിശുദ്ധ ഔസേപ്പ് പിതാവ് വഴിയും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ദയാപൂർവ്വം കേട്ട് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നമുക്ക് ഏറ്റവും ഭക്തിയോടെ തമ്പുരാന്റെ കുർബാന അർപ്പിക്കാം. കാൽവരി മലയിൽ ആ കുരിശൻ ചുവട്ടിൽ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ബലിയർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമുക്ക് തേടാം. അമ്മയോടൊപ്പം ചേർന്ന് നിന്ന് മക്കളായ നമുക്ക് ഈ വിശുദ്ധ കുർബാന ഏറ്റവും ഭക്തിയോടെ നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് അർപ്പിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും, 25 കുടുംബ കൂട്ടായ്മകളിലായിട്ടുള്ള നമ്മുടെ എല്ലാ ഭവനങ്ങളെയും, നേതൃത്വം നടത്തുന്ന ലീഡേഴ്സിനെയും, നമ്മുടെ സംസ്ഥയുടെ ഭാരവാഹികളെയും എല്ലാവരെയും സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി.
കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹാ വഴി സഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. കൂദാശകൾ വഴി സഭയിൽ രക്ഷപ്രദാനം ചെയ്യുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭാപ്രതിഷ്ഠയെ അനുസ്മരിക്കുന്ന ഞങ്ങളെ ആത്മശരീര വിശുദ്ധിയോടെ ബലിയർപ്പിക്കുവാനും മാലാഖമാരോടൊത്ത് അങ്ങയെ സ്തുതിക്കുവാനും ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ മഹാരാജാവേ, പാടും നിൻ പുകഴെന്നും
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാവട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാവട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി
പറയാം, സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 40, 17 മുതൽ 29 വരെയുള്ള വചനങ്ങൾ ഗുരു ആശീർവദിക്കണമേ. 2-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരം ഉയർത്തി അതിന്റെ പാദകുടങ്ങൾ ഉറപ്പിച്ചു, പലകകൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിന്റെ വിധാനം ഒരുക്കി വിരികൾ നിരത്തി. അവൻ ഉടമ്പടി പത്രിക എടുത്ത് പേടകത്തിൽ വെച്ചു. തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു. പേടകത്തിനു മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരശ്ശീല കൊണ്ട് മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിന്റെ വടക്ക് വശത്തായി യവനികയ്ക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിന്റെ തെക്ക് വശത്ത് വിളക്കുകാൽ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിന്റെ മുൻപിൽ വിളക്കുകൾ വെച്ചു. സമാഗമ കൂടാരത്തിൽ തിരശ്ശീലയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിന്റെ വാതിൽക്കൽ തിരശ്ശീല തൂക്കിയിട്ടു. കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദഹന ബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. രണ്ടാം വായന, യേശയ്യായുടെ പുസ്തകത്തിനുള്ള വായന, 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ഉസ്സിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായി സിംഹാസനത്തിൽ ഭൂഷണനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദകോശത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്നാൽ ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുടെ മധ്യയെ വസിക്കുന്നവനുമാണ്. എന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടെടുത്ത ഒരു തീക്കിണലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അതിരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അതിരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ദൈവമായ കർത്താവിന്റെ സ്തുതി. അമ്പരമണവരണം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ. കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ.
നിത്യപിതാവിനും സുതരം ദുഃഖായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ് ലേഖ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനം എല്ലാ രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും എനിക്ക് സർവജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കുകയും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. എൻ്റെ സമ്പത്തെല്ലാം ദാനം ചെയ്താലും എൻ്റെ ശരീരം അഗ്നിക്കിരയാകാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, ആരോടും വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദിക്കുന്നു. സകലതും ക്ഷമിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലതും സഹിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ നിന്നുപോകും, അറിവ് ഇല്ലാതാകും. കാരണം നമ്മൾ ഭാഗികമായി അറിയുന്നു, ഭാഗികമായി പ്രവചിക്കുന്നു. എന്നാൽ പൂർണ്ണമായത് വരുമ്പോൾ അപൂർണമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പക്ഷേ പ്രായപൂർത്തിയായപ്പോൾ ഞാൻ ശിശു സഹജമായത് ഉപേക്ഷിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോൾ മുഖാമുഖം കാണും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോൾ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ ഉത്കൃഷ്ടമായത് സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം അവനിൽ അരുളാം, അഭിഷേകം
നിന്നോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ യോഹന്നാൻ മാഗ്നാന എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. ഈശോ അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ അനുഗ്രഹീതൻ, എന്തെന്നാൽ മാംസവും രക്തവുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ പണിയും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം താൻ മിശിഹായാണെന്ന് ആരോടും പറയരുതെന്ന് അവൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നല്ല തല്ലുകിട്ടുന്ന ഒരുപാട് കുസൃതി തരങ്ങൾ കാണിക്കുമ്പോൾ, ചാച്ചൻ വടിയെടുത്ത് തല്ലാനായിട്ട് നിൽക്കുമ്പോൾ, ഒരുപാട് ന്യായീകരണങ്ങൾ എനിക്ക് വേണ്ടി നിരത്തി എന്നെ അതിൽ നിന്നെല്ലാം വിദഗ്ധമായി ഊരിയെടുത്ത ഞാൻ കണ്ട ആദ്യത്തെ വക്കീലാണ് എൻ്റെ അമ്മ. കുസൃതരങ്ങൾ കാണിച്ച് മുറ്റത്തും പരിയപ്പുറത്തും ഒക്കെ അരച്ചു കെട്ടി വീണ് മുട്ടുകളും കൈകളും ഒക്കെ പൊട്ടിച്ച് ചോര ഒലിപ്പിച്ചുകൊണ്ട് ഓടി വരുമ്പോൾ പച്ചിലകൾ ചേർത്ത് കൈകളിൽ ഞെരിച്ചു വെച്ച് അതിന്റെ ചാറ്, അതിന്റെ നീര് എന്റെ മുറിവിലേക്ക് വെച്ച് കെട്ടി മുറിവുകൾ കരിച്ചെടുത്ത ആദ്യത്തെ ഞാൻ കണ്ട ഡോക്ടറാണ് എൻ്റെ അമ്മ. പെരുന്നാളുകളിലും മറ്റുമൊക്കെ കിട്ടുന്ന കൊച്ചു കൊച്ചു കളിപ്പാട്ടങ്ങൾ പൊട്ടിച്ചും ചിതറിച്ചും ഒക്കെ കളഞ്ഞപ്പോ അതെല്ലാം കൂടി ചേർത്ത് കൂട്ടിയാക്കി പഴയ പരുവത്തിലാക്കി തന്ന ഞാൻ കണ്ട ആദ്യത്തെ എഞ്ചിനീയറാണ് എൻ്റെ അമ്മ. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് വാട്സപ്പിൽ ഏതോ ഒരു സുഹൃത്ത് കുറിച്ചിട്ട വാക്കുകൾ. ഇത് ഏതൊരു മനുഷ്യന്റെയും അമ്മയെ കുറിച്ചുള്ള ചില ഓർമ്മകളും സങ്കല്പങ്ങളും ഒക്കെ. നമ്മളെ ജനിപ്പിച്ചു വളർത്തിയ ഒരമ്മയെ കുറിച്ച് ഇത്രയേറെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ തികട്ടുമ്പോൾ നമ്മുടെ മനസ്സും ഹൃദയവും കണ്ണുകളും നിറയുന്നുണ്ടെങ്കിൽ, ദൈവപിതാവ് ഇല്ലെങ്കിൽ ഈശോ കുരിശൻ ചുവട്ടിൽ വെച്ച് മനുഷ്യ മക്കൾക്ക് ഈ ഭൂമിയിൽ സ്നേഹിക്കാനും കരുതാനും സ്വർഗത്തിലും ഭൂമിയിലുമായിട്ട് ദൈവം നൽകിയ ഒരേ ഒരു അമ്മയാണ് ഈ പരിശുദ്ധ അമ്മ. ഈ 10-30 ദിവസങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈ ജപമാല മാസാചരണത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ നിയോഗങ്ങളിൽ വെച്ച ഈ ജപമാല പണികൾ ഉരുട്ടി തീർത്തപ്പോ ഈ അമ്മ വഴി ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഈ സമൂഹത്തിനും നാടിനും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയെ നമുക്ക് മുറുകെ പിടിക്കും. സ്വർഗത്തിലും ഭൂമിയിലുമായി എല്ലാ ക്രൈസ്തവർക്കും സ്നേഹിക്കാനും വാത്സല്യപൂർവ്വം അമ്മയുടെ ചാരയണയുവാനും ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ ഈ പരിശുദ്ധ അമ്മ. ഈ അമ്മയെ ഏറെ സ്നേഹിക്കാനായിട്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് കഴിയട്ടെ. ഒരുപക്ഷെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നൊക്കെ വ്യതിരിക്തമായിട്ട് നിൽക്കുന്ന പന്തക്കോസ്താ സമൂഹങ്ങൾ പോലെയുള്ളവർ ഈ പരിശുദ്ധ അമ്മയെ കേവലം മൊട്ടത്തോടിനോടൊക്കെ ഉപമിക്കാറുണ്ട്. ഒരു മുട്ടയിൽ നിന്ന് കുഞ്ഞ് വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ മുട്ടത്തോടിന് എന്ത് പ്രാധാന്യം എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷേ മുഖമുയർത്തി നട്ടല് നിവർത്തി ഓരോ ക്രൈസ്തവനും അഭിമാനത്തോടെ പറയാൻ കഴിയട്ടെ, മുട്ടയിൽ നിന്ന് വിരിച്ചെടുത്ത കേവലം ഒരു മുട്ടത്തോടല്ല പരിശുദ്ധ അമ്മ. ക്രൈസ്തവ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ സഭാമാതാവും ക്രൈസ്തവ ജീവിതത്തിന്റെ സഹരക്ഷക എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത്രയേറെ പ്രാധാന്യം പരിശുദ്ധ അമ്മയ്ക്ക് ക്രൈസ്തവന്റെ ജീവിതത്തിലും സഭയിലും ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. ഒരുപാട് ധ്യാനിക്കാനും ഒരുപാട് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമയത്തിന്റെ കുറവുകൾ കൊണ്ട് അമ്മയെ കുറിച്ചുള്ള ഒറ്റ ചിന്ത മാത്രം നമുക്ക് ഇന്ന് ചിന്തിക്കാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് മെൽ ഗിബ്സൺ എന്ന് പറയുന്ന മനുഷ്യൻ സംവിധാനം ചെയ്ത പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ കാണാത്ത ഒരു ക്രൈസ്തവനും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത്രയേറെ മനോഹരമായിട്ട് ഈശോയുടെ ജീവിതത്തിന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാന മണിക്കൂറുകളെ ഇത്ര മനോഹരമായിട്ട് ഒപ്പിയെടുത്ത ഒരു ചിത്രം ഈ ലോകത്തിൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഏതൊരു കഠിന ഹൃദയന്റെയും കണ്ണുകളെ ഈറനണിയിക്കുന്ന,
ഏറെ ഹൃദ്യമായിട്ടുള്ള ചിത്രീകരണമാണ് ഈശോയുടെ ജീവിതത്തിൽ നടത്തിയെടുത്ത സംവിധായകൻ നമ്മളെ കാണിച്ചിട്ടുള്ളത്. ഈശോ കുരിശും വഹിച്ചുകൊണ്ട് കാൽവരി മലയിലേക്ക് നടക്കുന്ന ആ വഴിയിൽ നടക്കുന്ന ഒരു കൊച്ചു സംഭവം. ഈശോ കുരിശും വഹിച്ചുകൊണ്ട് നേരത്തെ മുട്ടും കുത്തി വീഴുകയും കുരിശവന്റെ മുകളിൽ കിടക്കുന്നു. വല്ലാത്ത വേദന, ഒന്ന് പിടഞ്ഞെഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത വലിയ വേദനയിൽ തമ്പുരാൻ കിടക്കുമ്പോൾ അവൻ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഏറ്റവും മുന്നിലായിട്ട് പരിശുദ്ധ അമ്മയുടെ ചിത്രം ഈശോ കാണുകയും ഈശോ ഏറെ വേദനയോടുകൂടി അമ്മയെ നോക്കുകയാണ്. അവന്റെ വേദനയേക്കാൾ ഏറെ അമ്മയുടെ കണ്ണുകളിൽ കണ്ട വേദനയാണ് ഈശോ ഏറെ സ്വാധീനിച്ചത്. അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ സംവിധാനം കാണിക്കുകയാണ്. ഈശോ കുഞ്ഞുനാളിൽ മുറ്റത്ത് പിടഞ്ഞു വീണപ്പോ പരിശുദ്ധ അമ്മ ഓടി വന്ന് ഈശോയെ വാരിയെടുത്ത് ഉമ്മ വെച്ചതായിട്ടുള്ള ഒരു ചിത്രം. എന്നിട്ട് പരിശുദ്ധ അമ്മ ജനക്കൂട്ടത്തിന്റെ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, മൈ സൺ ഐ ആം വിത്ത് യു, എന്റെ മകനെ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈശോയ്ക്ക് ചാടി പിടഞ്ഞെഴുന്നേൽക്കാനും കുരിശുമായിട്ട് ഏറെ സാഹസികമായിട്ടും ഏറെ ഹൃദ്യമായിട്ടും തമ്പുരാൻ ആ കുരിശിലേക്ക് കടന്നു നീങ്ങാനും ഏറെ സ്വാധീനിച്ചത് എനിക്ക് തോന്നുന്നു ഈ പരിശുദ്ധ അമ്മയുടെ വാക്കുകളും സ്വാധീനവുമായിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും തളർച്ചകളും ഒക്കെ ഉണ്ടാകാം, ആകസ്മികമായ രോഗങ്ങൾ ഉണ്ടാകാം. പക്ഷെ ക്രൈസ്തവന്റെ ഏറ്റവും വലിയ ശക്തിയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ഈ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കാൻ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, ഈ അമ്മയുടെ കാപ്പയുടെ കീഴിൽ അണിനിരക്കാനായിട്ട് ഓരോ ക്രൈസ്തവരും സാധിക്കട്ടെ എന്ന് ഈ ജപമാല മാസാചരണത്തിന്റെ സമാപനത്തിൽ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അമ്മയുടെ സാമീപ്യം നമ്മുടെ ജീവിതത്തിന്റെ വലിയ മുതൽക്കൂട്ടാണ്. ഇന്ന് പള്ളിക്കുദാശക്കാലത്തിന്റെ ആദ്യ ഞായറാഴ്ചയിലെ വായനകളാണ് നമ്മൾ കേട്ടത്. ഈ ഞായറാഴ്ച മുതൽ പള്ളിക്കുദാശക്കാലം ആരംഭിക്കുക, ആരാധന മത്സരത്തിലെ അവസാന കാലം. ഇനിയുള്ള 4 ഞായറാഴ്ചകളിലായിട്ട് നമ്മൾ പള്ളിക്കുദാശക്കാലത്തെ കുറിച്ച് ചിന്തിക്കുക. എന്താണ് പള്ളിക്കുദാശക്കാലത്തിന്റെ ഏറ്റവും വലിയ ചൈതന്യം? ഈശോ തന്റെ മണവാട്ടിയായ സഭയെ ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചതിന്റെ അനുസ്മരണമാണ് പള്ളിക്കുദാശക്കാലം. ഒരു ദേവാലയത്തിന് വേണ്ടി, ഒരു രൂപതയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു ദൈവജനത്തിന്റെ വലിയ സ്വപ്നങ്ങളെ മുഴുവൻ ഈ അൾത്താരയിലേക്ക് ഈ 4 ആഴ്ചകളിലൂടെയുള്ള ഈ ആരാധന മത്സര കാലഘട്ടത്തിലൂടെ ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ വലിയൊരു സ്വപ്നമാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു സീറോ മലബാർ ദേവാലയം ഈ കുവൈറ്റിൽ ഉണ്ടാവുക എന്നുള്ളത്. ആ വലിയ സ്വപ്നത്തെ, ഈ സഭയെ തന്റെ ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച ഈശോയുടെ പ്രാർത്ഥനയുടെ കൃപ നേടിയെടുക്കാനായിട്ട് നമുക്ക് കഴിയണം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ. ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. വാർഷിക പരീക്ഷയിൽ ചോദ്യങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങളെ പോലെ ഈ 3 വർഷം കൂടെ കൊണ്ടു നടന്ന തന്റെ 12 ശിഷ്യന്മാരെ ചേർത്ത് വെച്ചുകൊണ്ട് തമ്പുരാൻ ചോദിക്കുക 2 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, എന്നെ കുറിച്ച് ആളുകൾ എന്തുവാ പറയണേ? എന്നെ കുറിച്ച് ആളുകൾ എന്തുവാ പറയണേ? അവർ വാചാരരായി. ശിഷ്യന്മാർ പറഞ്ഞു, സ്നാപക യോഹന്നാൻ ജീവിച്ചു വന്നതാണെന്ന് പറയുന്നു, ഏലിയ പ്രവാചകനാണെന്ന് പറയുന്നു, ജെറമിയാണെന്ന് പറയുന്നു, പ്രവാചകരിൽ ഒരുവനാണെന്ന് പറയുന്നു. ഒക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ ഈശോയെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞത് വാചാരമായിട്ട് ശിഷ്യന്മാര് നിരത്തി കൊടുക്കുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് എളുപ്പമാണ്. ഈശോയെ കുറിച്ച് ഈ ലോകത്തിലെ ആളുകൾ എന്തൊക്കെ പറയുന്നു, മറ്റു മതസ്ഥർ എന്ത് പറയുന്നു, അതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും. ഈശോയെ കുറിച്ച് അവരും ഒക്കെ പറയുന്നത് എവിടെ സെർച്ച് ചെയ്താലും കിട്ടും. ഇല്ല, മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേട്ടതൊക്കെ പറയാൻ വളരെ എളുപ്പം. നമ്മൾ പറയും ഈശോ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തകനാണെന്ന് പറയുന്നുണ്ട്, ഈശോ അതാണെന്ന് പറയുന്നുണ്ട്, ദൈവത്തിനാണെന്ന് പറയുക, ഒക്കെ പറയുന്നുണ്ട്. കൊള്ളാം, നല്ല കാര്യം, വളരെ എളുപ്പത്തിൽ നമുക്കത് പറയാൻ കഴിയും. രണ്ടാമത്തെ ചോദ്യം ശിഷ്യന്മാരോട് ഈശോ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളും കടന്നു വരേണ്ടത്. ഇന്ന് തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ഒരു ചോദ്യശരം ഉയർത്തുകയാണ്. ക്രിസ്തു നിനക്കാരാണ്? ക്രിസ്തു എനിക്കാരാണ്? തമ്പുരാൻ കർത്താവ് എനിക്കാരാണ്? അവനും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണ്? അതിനെയാണ് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടത്. എന്റെ തമ്പുരാനുമായിട്ടുള്ള ബന്ധം എവിടെയാണ്? ഇവിടെയാണ് പത്രോസ്ലീഹ ചാടി എഴുന്നേറ്റിട്ട് പറയുക, കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. അതിന്റെ അകത്ത് എല്ലാം ഉണ്ട്. കർത്താവേ, നീയാണ് എനിക്കെല്ലാം. കാരണം ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ 3 പ്രാവശ്യം അവരോട് ചോദിക്കുക, പത്രോസേ, ഞാൻ സ്നേഹിക്കുന്നോ? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് ചേർത്ത് നിർത്തി ഈശോ തന്നെ പറയിപ്പിക്കുക, കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. ഏറ്റവും അവസാനം സംഘടിട്ട് പത്രോസ് പറയും, കർത്താവെ, എന്റെ ബലഹീനതകളും കുറവുകളും ഞാൻ തള്ളിപ്പറയുന്നതിനാണെന്നും ഒക്കെ നിനക്ക് അറിയാമല്ലോ. ഇനി ഞാൻ എന്തുവാ പറയേണ്ടത്? നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ,
നമ്മുടെ ജീവിതത്തിൽ ഈശോ എനിക്ക് ആരാണെന്നുള്ള ചോദ്യത്തിന് ജീവിതം കൊണ്ട് ഞാൻ നിങ്ങൾ പത്രോസ്ലിഹായെ പോലെ ഉത്തരം പറയാനായിട്ട് കഴിയണമെന്ന് ഇന്നത്തെ ഈ സഭാമാതാവ് ഈ ചിന്തയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസിന്റെ വാക്കുകളും ഇവിടെ ശ്രദ്ധേയം. എനിക്ക് ജീവിക്കുക ക്രിസ്തുവും എനിക്ക് മരിക്കുക നേട്ടവുമാണെന്ന് പറഞ്ഞ പൗലോസ്ലിഹായുടെ വിശ്വാസ തീക്ഷ്ണത നേടിയെടുക്കേണ്ടവരാണ് ഞാൻ നിങ്ങളൊക്കെ. എനിക്ക് ജീവിക്കുക ക്രിസ്തുവും, മരണം എനിക്ക് നേട്ടവുമാണ്. ഇന്ന് എന്റെയും നിങ്ങളെയും ജീവിത സാഹചര്യങ്ങളിലേക്കൊക്കെ കടന്നു വന്ന എന്തേറെ നിരാശയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുക. ജീവിക്കാൻ പോലും ഭയമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, മരിച്ചേക്കാണ് എളുപ്പമാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ ആത്മഹത്യകൾ പെരുകുന്ന ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കാൻ മടുത്തു. ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കണേ? അങ്ങനെ ജീവിക്കാൻ ഭയമായിട്ട്, ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കരുത്തില്ലാതെ ഈ ലോകത്തോട് വിട പറയുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുക. അവിടെയാ പൗലോസ്ലീഹ പറയുന്നത്, എനിക്ക് ജീവിക്കുക ക്രിസ്തുവും, മരണം എനിക്ക് നേട്ടവുമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇവിടെയാണ് ഈ പൗലോസ്ലീഹയുടെയും പത്രോസ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനമൊക്കെ നമുക്ക് തുണയാവേണ്ടത്. ജീവിതത്തിൽ കൊച്ചു കൊച്ചു നിസാര കാര്യങ്ങളല്ലേ പലപ്പോഴും നമ്മളെ തളർത്താറുള്ളത്. പരീക്ഷയ്ക്കൊന്ന് തോറ്റുപോയാൽ, ഇച്ചിരി മാർക്ക് കുറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടി വരിക. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ അച്ഛൻ വായിക്കാനായിട്ടിടയായി, അപ്പനോട് ചിക്കൻ വേണമെന്ന് പറഞ്ഞു. അപ്പൻ പറഞ്ഞു, ഇന്നലെ കൊണ്ട് വാങ്ങിച്ചു, ഇനി അടുത്ത ആഴ്ച ആവട്ടെ. അപ്പൻ ജംഗ്ഷനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ കൊച്ചുതേ കയറി തൂങ്ങിക്കിടക്കുക. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. നിസ്സാര കാര്യം മതി ആത്മഹത്യ ചെയ്ത്. കടബാധ്യതയുടെ പേരിൽ, നട്ടം തിരിഞ്ഞതിന്റെ പേരിൽ, ജപ്തി നോട്ടീസ് വന്നതിന്റെ പേരിൽ കൂട്ട ആത്മഹത്യ നടത്തുന്ന കുടുംബങ്ങളുടെ എണ്ണം നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ കൂടി വരികയല്ലേ. ജീവിക്കാനായിട്ട് ഭയം. അവിടെ വിശ്വാസത്തിന്റെ, തമ്പുരാനെ ആശ്രയിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട, വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പ്രതീകം അതൊക്കെ. ഇവിടെയാ ഇന്നത്തെ സുവിശേഷം നമ്മളെ ക്ഷണിക്കുക. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. മംഗളവാർത്ത നേരത്തെ മാതാവിനോട് അറിയിച്ച കാര്യം, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഇവിടെ നിനക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുമോ? ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. യേശയ്യാ പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇപ്രകാരം കുറിച്ചു വയ്ക്കുന്നു, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുകയും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുകയും ചെയ്യും. യുവത്വം ഇതിലൂടെ കടന്നു വന്നവരാണ് ഞാൻ നിങ്ങളൊക്കെ. യുവത്വം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണെന്ന് തോന്നുന്ന, എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രായ. ആ യുവാക്കൾ പോലും തളർന്നു വീണേക്കാം, ശക്തിയറ്റു വീണേക്കാം. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണെന്ന് നമുക്കറിയാം. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ കഴിയും. എങ്ങനെ? കർത്താവിൽ ആശ്രയിച്ചാൽ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന ദൈവഹിതത്തിന് കീഴ്വഴങ്ങി കാൽവരി കുരിശു വരെ തമ്പുരാനോട് ചേർന്ന് നടന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ, ജീവിതത്തിൽ കടബാധ്യതകളും ആകസ്മിക രോഗങ്ങളും പരാജയങ്ങളും തകർച്ചകളും ഒക്കെ വരുമ്പോൾ ഈ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് കഴിയട്ടെ. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. യുവാക്കൾ തളർന്നു വീണേക്കാം, ശക്തിയറ്റ് വീണേക്കാം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് എന്നെ പരാജയപ്പെടുത്താൻ, എന്നെ തളർത്താൻ ആർക്കും കഴിയില്ല. ദൈവം വിചാരിക്കാതെ എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ ഒരു വിശ്വാസം നമുക്ക് കൈമുതലായിട്ടുണ്ടാവട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ തീഷ്ണതയുള്ള ഒരു സമൂഹം നമ്മുടെ കേരളത്തിനേക്കാൾ കൂടുതലായിട്ട് ഈ കുവൈറ്റിൽ ഉണ്ടാവട്ടെ. ഞാൻ ഈ കൊച്ചു 1-2 ആഴ്ചകളിലൂടെ ഏറ്റവും അധികം തൊട്ടറിഞ്ഞ വലിയൊരു സത്യമാണ്. എന്തേറെ തീഷ്ണത, എന്തേറെ വിശ്വാസത്തിന്റെ ബോധ്യമാണ് നിങ്ങൾക്കുള്ള. ഇത് കൈമുതലായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഈ വിശ്വാസത്തിന്റെ ഒരു കൂട്ടായ്മ വളർന്നു വരുന്ന വലിയൊരു ഇടവക സമൂഹം, ഒരു രൂപതയും ഒക്കെ ഇവിടെ വളർന്നു വരട്ടെ. ഈശോയോട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും തിരുസഭയുടെ ആത്മാവ് സ്മരിച്ചുകൊണ്ട് കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ പങ്കാകണമെന്ന് പ്രാർത്ഥിക്കാം. അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത വാഗ്ദാനം സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവിടെ നിത്യഭാഗത്തേക്ക് നയിക്കുന്ന കർത്താവേ, സ്ലീഹന്മാരും അവന്റെ പിൻഗാമികളും സഭയെ സ്വർഗീയ ജെറുസലേമിലേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ കമീലോ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ,
സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെ മാലാഖയെ അയക്കുന്ന വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവുമ്പോഴും ഞങ്ങൾക്ക് പാവനീയമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനം ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാവമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായി അങ്ങേ പ്രസാദിപ്പിക്കുകയും ചെയ്ത ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങൾ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവയ്പിനെ തലവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. ഞങ്ങളുടെ കർത്താവായ സാർവത്രികവും ശ്ലൈംഗികവുമാണ് സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈനീട്ടണം. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ തന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഏർപ്പെട്ടവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ട എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിച്ചു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഹൃദയ വികാര വിചാര
പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അമ്മയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതി, എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലാം ലോകത്തെയും അതിലുള്ള സകലത്തെയും ഗരികോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഹമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമാന്മാരുടെ രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൗവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കഥാവായ ദൈവമേ, സ്വർഗീകരണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം, അങ്ങയോട് സദർശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കിയ ദാസന്റെ രൂപം സ്വീകരിച്ചു. വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി ഈ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരുമാകുലരുമായ ദാസരുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോവുകയും ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് ഒന്നാമൻ പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ കാമിലോ മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമായതും വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടി ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കും. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ അങ്ങയുടെ തിരുസന്നിധിയിൽ സംവേദി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണങ്ങളുടെ വളരെ സമർത്ഥമായ പ്രയാസം ജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാലകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ അർത്ഥാമുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരമായ ദാസരുമാണ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കഥാപാതയെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവരെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി ദാസന്മാരുടെ
ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ദൈവമേ, പാപമാലിന്റെ സ്നേഹത്തിന്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയായി എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ വിശുദ്ധവുമായ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകളെ സ്വന്തപൂരിതനാക്കണമേ. കർത്താവായ ദൈവം, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തെ കർത്താവായ ദൈവമേ, വിശുദ്ധാര തിരുക്കനിറയുടെ സാദൃശ്യോടത്തെ സിംഹാസനവുമായ ബലിപീഠത്തെ പാവമോചകങ്ങളായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനതാത്മളവാദ ശരണത്തോടെ അപരാധത്തിൽ തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭക്തിയുടങ്ങി കൈക്കൊണ്ടീടാ
ക്ഷമിക്കണമേ. മഹോദയമായ യേശുവിന്റെ രാജ്യത്തിൽ സകല വിശുദ്ധരും സ്തുതിക്കുവാൻ ഞങ്ങൾ അത്തരങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധാചരണത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. വിശ്വസ്തയായ സഭയെ, രാജാക്കന്മാരുടെ രാജാവായ പിതാവിന്റെ പുത്രി, നീ അനുഗ്രഹീതയാകുന്നു. പ്രിയ സഹോദരരെ, സഭയിൽ സജ്ജമാക്കിയിരിക്കുന്ന മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് നിത്യജീവൻ അവകാശമാക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ,
നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ. ജീവന്റെ തിരുഭോജനേ
സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ സുദീർഘവും പരിശുദ്ധവും ദിവ്യവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ളവരായപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ, സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലേശൻ വീരമോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ.
രക്ഷയടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കിപ്പോൾ ലുത്തിനിയ നമ്മുടെ ഗീതം ആലപിക്കും ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ചെറിയ തോതിൽ നമ്മുടെ സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ പ്രദക്ഷിണം നടത്തുന്നു. കൂട്ടത്തിൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാറിയ യോസേപ്പ് പിതാവിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചുവരും സുഹൃതങ്ങളെ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ.
ഈ തിരുനാളിന് കാരണഭൂതയായ പരിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലും പ്രാർത്ഥനാ ശുശ്രൂഷയിലും പങ്കുചേരുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ പ്രാർത്ഥനാ സമൂഹത്തെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ശാരീരികവുമായ അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു വന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഈ സമൂഹത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നേർച്ച വസ്തുക്കളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇത് ഭക്ഷിക്കുന്ന ഞങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലും വളർന്നു വരുവാൻ ദൈവത്തിന് ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച് എല്ലാ കരങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുമായി ശ്രദ്ധിച്ചു. എല്ലാവരും നേർച്ച ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറിയ ലേലവും ഉണ്ട്, അതിലും പങ്കെടുത്തിട്ട് പോകാനുള്ള സ്നേഹം.